9 മണിയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ആസ്ഥാനത്തെത്തിയത്. ഇതിപ്പോ രണ്ടാം വട്ടമാണ്. ഇന്നലെ ചോദ്യം ശേഷം ഉള്ള രണ്ടാം വട്ട ചോദ്യം ചെയ്യലാണ് ഇന്നിപ്പോ ദേവസ്വം ആസ്ഥാനത്ത് നടക്കുന്നത്. ദേവസ്വം SP വി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നും ചോദ്യം ചെയ്യുകയാണ്. ഇന്നലെ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചെങ്കിൽ ഇന്ന് ഇതുവഴി എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ, അതിനോടൊപ്പം തന്നെ ഈ ഭൂമി കച്ചവടം മറ്റുമൊക്കെ നടത്തിക്കൊണ്ട് ഏതൊക്കെ രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിട്ടുണ്ടോ, അതിന്റെ ഒരു നാൾ വഴികൾ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ പ്രധാനമായിട്ടും ദേവസ്വം വിജിലൻസ് ലക്ഷ്യം വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കാനൊന്നുമല്ല, പക്ഷെ എന്നാൽ പോലും ഈ എത്രത്തോളം വരുമാനം അതുപോലെ എത്രത്തോളം സ്വത്ത് ഉണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു കണക്ക് തയ്യാറാക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മുൻകാല കേസുകൾ, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ പഴയ കേസുകളൊക്കെ ഉണ്ട്. ഒന്ന്, ഈ മണ്ണന്തലയിൽ തന്നെ കേസുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വീട് അവിടെ വാടകയ്ക്ക് കൊടുത്തിരുന്നു. ആ സമയത്ത് ഈ വാടകക്കാരനുമായിട്ട് തർക്കമാവുകയും ആ വാടക വീട്ടിലെ ഒരു വാഹനം രാത്രി ആരോ കത്തിക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ വാടകക്കാരൻ പറഞ്ഞത് അതിന്റെ പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നുള്ള കാര്യമാണ്. പക്ഷെ അതിൽ തെളിവൊന്നുമില്ല. ആ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആ കേസിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ മുൻകാലത്ത് മറ്റ് ഏതെങ്കിലും കേസൊക്കെ ഉണ്ടോ, ഈ സാമ്പത്തിക നേട്ടമുണ്ടോ, ഇതെല്ലാം കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു ചോദ്യം ചെയ്യൽ ദേവസ്വം വിജിലൻസ് ലക്ഷ്യം വെക്കുന്നത്. ഇന്നലെ തന്നെ 4 മണിക്കൂറോളം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു. അതിൽ തന്നെ ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിഷേധിക്കുകയും ചെയ്തു. ഒന്ന്, ഈ രേഖാമൂലം ഉദ്യോഗസ്ഥർ തരുമ്പോൾ അത് ചെമ്പ് പാളികൾ തന്നെയാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കുന്നത്. അതുമായിട്ട് മറ്റ് സാമ്പത്തികമായിട്ടുള്ള ഇടപാടിലൊന്നും പോയിട്ടില്ല. ഇത് കൊണ്ടുപോയി പൂജിച്ചു എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ അതുവഴി പണപ്പിരിവൊന്നും നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് ചെന്നൈയിൽ കൊണ്ടുപോകാൻ വൈകിയതിനെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ന്യായീകരിക്കുന്നത്. ഈ ബംഗളൂരിലേക്ക് കൊണ്ടുപോകരുതെന്ന് തനിക്ക് ശബരിമലയിൽ നിന്ന് ആരും നിർദ്ദേശമൊന്നും നൽകിയിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബംഗളൂരിലടക്കം കൊണ്ടുപോയി പൂജയ്ക്ക് മറ്റുമൊക്കെ വെച്ചത്. 3 സ്പോൺസർമാർ, തന്നെ കൂടാതെ 3 സ്പോൺസർമാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി, മറ്റ് അനന്ത സുബ്രഹ്മണ്യവും രമേശും. അങ്ങനെ 15 ലക്ഷം രൂപ മുടക്കിയാണ് 2019 ദ്വാരപാലക ശില്പപാളികൾ, തനിക്ക് തന്നുവിട്ട ദ്വാരപാലക ശില്പപാളികളിൽ സ്വർണ്ണം പൂശി തിരികെ എത്തിച്ചെന്നുള്ള കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പണപ്പിരിവും നടത്തിയിട്ടില്ല, ഒരു സാമ്പത്തിക നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന് ഇന്നലെ തന്നെ ദേവസ്വം വിജിലൻസിനോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പീഠം കാണാതായതിൽ തന്റെ സുഹൃത്തിനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കുറ്റപ്പെടുത്തുന്നത്. സുഹൃത്തായിട്ടുള്ള വാസുദേവന്റെ പക്കലാണ് താൻ പീഠം കൊടുത്തുവിട്ടത്. പക്ഷെ അത് ശബരിമലയിൽ ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം തനിക്ക് അറിയില്ലായിരുന്നു. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് വാസുദേവൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നോട് പറയുന്നത്. അതുകൊണ്ട് അതിൽ വാസുദേവനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കുറ്റപ്പെടുത്തുന്നത്. ഇനി ഇന്നലത്തെയും ഇന്നത്തെയും ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് ദേവസ്വം വിജിലൻസ് കടക്കുക. ഇനി ആരെയൊക്കെ ചോദ്യം ചെയ്യണം, നേരത്തെ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അവർക്കൊക്കെ നോട്ടീസ് ദേവസ്വം വിജിലൻസ് അയച്ചിരുന്നു. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളെയും മറ്റ് സ്പോൺസർമാരെയും അതിനോടൊപ്പം തന്നെ ഇതിലെ ഉദ്യോഗസ്ഥ വീഴ്ചയും പുറത്തു വന്നിരുന്നു. ആ ഉദ്യോഗസ്ഥരെ കൂടി ചോദ്യം ചെയ്യാനാണ് ദേവസ്വം വിജിലൻസിന്റെ നീക്കം.